നമസ്തേ. സാഖ്യദർശനത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ അതിൻ്റെ ഒരു ആമുഖം നോക്കിയാണ് നമ്മൾ സംസാരിച്ചത്. രണ്ടാമത്തെ വീഡിയോയിൽ എന്താണ് സാഖ്യവും യോഗവും തമ്മിലുള്ള ബന്ധം, സാഖ്യ അവസാനിക്കുന്നിടത്താണ് പതഞ്ജലി മഹർഷി യോഗശാസ്ത്രം തുടങ്ങിയത്. അപ്പോൾ സാഖ്യത്തിൽ എന്തെല്ലാം സൂത്രങ്ങൾ ഉണ്ടോ അതൊക്കെ യോഗശാസ്ത്രത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗ ശരിക്കും മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ സാഖ്യദർശനവും ശരിക്കും മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ ഒരു വിവക്ഷ. നേരത്തെ പറഞ്ഞതുപോലെ സാഖ്യദർശനം ഭാരതത്തിലുണ്ടായ പിൽക്കാലത്തുള്ള എല്ലാ ദർശനങ്ങളുടെയും ഒരു അടിത്തറയാണ്. അപ്പോൾ ആ അടിത്തറയെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ദർശനങ്ങളും രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെയാണ് സാഖ്യദർശനത്തിന് ഇത്ര പ്രാധാന്യം ഉള്ളതും. അപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഈ സാഖ്യ ദർശനത്തിന് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം കിട്ടിയത് എന്നുള്ളത് നോക്കുമ്പോൾ, ഇപ്പോൾ ഭഗവത്ഗീതയിൽ സാഖ്യദർശനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, സാഖ്യദർശനമാണോ യോഗദർശനമാണോ മഹത്തരം, ഏതാണ് കൂടുതൽ മികവുറ്റുള്ളത്? അതിന് മറുപടി പറയുന്നു കൃഷ്ണൻ, യത്സാഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരഭിഗമ്യത്തെ ഏകം സാഖ്യം ച യോഗം ച പശ്യതി സ പശ്യതി. എന്ന് വെച്ചാൽ നോളജിനാണ്, ജ്ഞാനത്തിനാണ് സാഖ്യം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതേ സമയത്ത് യോഗശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിൻ്റെ നിയന്ത്രണത്തിനാണ്. അപ്പം മനസ്സിൻ്റെ നിയന്ത്രണത്തിലൂടെ മോക്ഷം കിട്ടുക എന്നത് യോഗശാസ്ത്രം പറയുന്നു, അറിവിലൂടെ മോക്ഷം കിട്ടുക എന്ന് സാഖ്യശാസ്ത്രം പറയുന്നു. അപ്പോൾ അതിൻ്റെ മറുപടി, അർജുനന് കൊടുത്ത മറുപടി, സാഖ്യവും യോഗവും ആര് ഒന്നായിട്ട് കാണുന്നുവോ അയാൾ സത്യം കാണുന്നു. സാഖ്യ യോഗവും ഒന്നാണെന്ന് ആര് കാണുന്നുവോ അയാൾ സത്യത്തെ ദർശിക്കുന്നു. എന്ന് പറഞ്ഞാൽ സാഖ്യവും യോഗവും ബേസിക്കലി ഒന്ന് തന്നെയാണ്. അത് വ്യത്യസ്തമാണ് എന്ന് തോന്നുന്നത് അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ഇതാണ് കൃഷ്ണന്റെ മറുപടി. ഇനി സാഖ്യവും യോഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? സാഖ്യത്തിൽ പറയുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇതിൽ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പുരുഷൻ, മറ്റത് പ്രകൃതിയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതുത് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെ നിർവചിക്കുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ലോകത്ത് കിട്ടണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴേ പുതിയൊരു കാര്യത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളോട് ഭൂമിയുടെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ബോളിൻ്റെ ആകൃതിയിലാണ്, ഒരു പന്തിൻ്റെ ആകൃതിയിലാണ് ഭൂമി എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ, ഒന്ന് പ്രകൃതി, ഒന്ന് പുരുഷൻ. പുരുഷൻ എന്നുള്ളത് വേദാന്തത്തിലെ ആത്മാവിനോട് അനലോഗസ് ആണ്. അല്ലെങ്കിൽ അഹംബോധം, സ്വരൂപം, സ്വബോധം, അനന്തമായ അഖണ്ഡാകാരം എന്നൊക്കെ വേണമെങ്കിൽ ബോധത്തിനെ കുറിച്ചിട്ടോ ആത്മാവിനെ കുറിച്ചിട്ടോ പറയാം, ജീവാത്മാവ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിലേക്ക് പറയുമ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് ഈ ജീവാത്മാവിന്, വ്യക്തിഗതമായിട്ടുള്ള ജീവാത്മാവിനെ തത്തുല്യമാണ്. എങ്ങനെയാണ് ജീവാത്മാവിനെ ഡിഫൈൻ ചെയ്യുക? യാതൊരു നിവൃത്തിയില്ല. ലൗകികമായിട്ടുള്ളതും ബാഹ്യപ്രപഞ്ചത്തിലുള്ളതുമായിട്ടുള്ള യാതൊരു കാര്യം വെച്ചിട്ട് ജീവാത്മാവിനെ താരതമ്യം ചെയ്യാനോ അത് ഇതുപോലെയാണെന്നോ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റല്ല, ഒരു വസ്തുതയുമല്ല, ഒരു വസ്തുവുമല്ല. അപ്പോൾ പുരുഷൻ എന്താണ്?
അതിനെ ഫിലോസഫിയിൽ പറയുന്നത് അതൊരു തത്വമാണ്. എന്നാൽ അത് പ്രിൻസിപ്പിൾ എന്നുള്ള അർത്ഥത്തിലും അല്ല. അങ്ങനെയേ അതിനെ പറയാൻ പറ്റുകയുള്ളൂ. ആ ശബ്ദത്തിന് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് ജീവാത്മാവിന് തുല്യമായിട്ടുള്ളതാണ് സാങ്ക്യത്തിൽ ഉദ്ദേശിക്കുന്നത്, സാങ്ക്യകാരൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പ്രകൃതിയാണ്. അപ്പോൾ സാങ്ക്യയോഗത്തിലുള്ള രണ്ട് പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ട് പ്രധാന തത്വങ്ങളാണ്. ഒന്ന് പുരുഷനും ഒന്ന് പ്രകൃതിയും. ഈ രണ്ട് തത്വങ്ങളെയും യോഗ അംഗീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സാങ്ക്യവും യോഗവും തമ്മിലുള്ള ഒരു ബന്ധം ഈ രണ്ട് കാര്യങ്ങളിലും ഈ രണ്ട് ദർശനങ്ങളും അംഗീകരിക്കുന്നു എന്നതാണ്. അപ്പോൾ ബോധസ്വരൂപമാണ്, ശുദ്ധബോധമാണ്, ഇതാണ് തൻ്റെ യഥാർത്ഥ അവസ്ഥ. ഇത് മറന്നിട്ടാണ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ പെട്ടുപോകുന്നത്. വളരെ ചുരുക്കം പറഞ്ഞാൽ ഈ കാണുന്ന മായിക ലോകത്ത് യഥാർത്ഥ സ്വരൂപത്തിനെ മറന്ന് ആണ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ശുദ്ധബോധം, സ്വരൂപം ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ ഉള്ളിലുള്ളതാണ്. അതിൻ്റെ പ്രഭാവം ഓരോ 24 മണിക്കൂറിലും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നു. ഉറങ്ങുമ്പോൾ സുഷുപ്തിയിൽ, ആ സുഷുപ്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡി കോൺഷ്യസ്നെസ് ഇല്ല, ശരീരത്തിനെ കുറിച്ചൊരു ബോധമില്ല. മനസ്സുണ്ടോ? മനസ്സൊട്ടുമില്ല. അല്പമെങ്കിലും മനസ്സുണ്ടെങ്കിൽ, മനസ്സിൻ്റെ ചെറിയൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നം കാണും. അപ്പം മൈൻഡില്ല, ഇൻ്റലിജൻസ്. അവിടെ സുഖകരമായ ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയുമില്ല. അപ്പോൾ അവിടെ എന്താണുള്ളത്? അപ്പോൾ ഓരോ 24 മണിക്കൂറിലും നമുക്ക് അനുഭവപ്പെടുന്ന സ്വരൂപം, അതാണ് സാങ്ക്യത്തിൽ പറയുന്ന പുരുഷൻ എന്നുള്ളത് ഏകദേശം പറയാം. അപ്പോൾ ഈ സാങ്ക്യം ശാസ്ത്രം അതൊക്കെ പറഞ്ഞ് അത് അവസാനിക്കുമ്പോഴാണ് പതഞ്ജലി മഹർഷി യോഗശാസ്ത്രം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് സാങ്ക്യം അവസാനിക്കുന്നിടത്ത് യോഗ തുടങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പോൾ യോഗയിലെ ഓരോരോ സൂത്രങ്ങളും ശരിയാം വിധം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സാങ്ക്യം ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു അക്കാഡമിക് എന്നുള്ള നിലവിലും അല്ലെങ്കിലും ജനറലായിട്ട് പഠിക്കുകയാണെങ്കിലും സാങ്ക്യശാസ്ത്രം പഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ യോഗയിൽ പതഞ്ജലി ഈ സാങ്ക്യത്തിൽ പറയുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ യോഗയിൽ ക്ലേശം എന്നുള്ള വാക്കുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് അതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ യോഗസൂത്രങ്ങൾ നല്ലതുപോലെ അറിയാൻ സാങ്ക്യശാസ്ത്രം ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? അപ്പോൾ ഇതിൻ്റെ ബന്ധം ഇതാണ്. ഇത്രയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2-3 പോയിൻറ്റ്സ് ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. സാങ്ക്യശാസ്ത്രത്തിൻ്റെ കണ്ടിന്യൂഷനാണ് യോഗശാസ്ത്രം. സാങ്ക്യം ജ്ഞാനം കൊണ്ടുള്ള തിരിച്ചറിയലാണെങ്കിൽ യോഗം മനസ്സിൻ്റെ നിയന്ത്രണത്തിലൂടെ, ചിത്തത്തിനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് യോഗശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. ഇനി എന്താണ് സാങ്ക്യം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.